Hi guys! ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് റെമഡി ആയിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു റെമഡി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കിന്ന് നല്ല രീതിക്ക് വൈറ്റൻ ചെയ്യും. മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങളുടെ CTM റൊട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി കാണാം എന്താണെന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഈ ഒരു റെമഡിക്ക് വേണ്ടി നമുക്ക് ആദ്യം ഒരു കുക്കുംബറാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഒരു കുക്കുംബർ എടുത്ത് കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള സീഡ്സ് മാറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് കാരണം ചില സമയങ്ങളിൽ അതിൻ്റെ സീഡ്സ് തട്ടുമ്പോൾ എനിക്ക് അലർജി ആയിട്ട് ചെറിയ ചെറിയ തടി പോലെ ആയിട്ടുള്ള കുരുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്തുള്ള സീഡ്സ് കംപ്ലീറ്റും മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു തോല് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ പുറം കാണുന്ന ആ ഒരു തോടില്ലേ, അത് മാത്രം എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു മിക്സി ബൗളിനകത്തേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കിതൊന്ന് നല്ല രീതിക്ക് ഒന്ന് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്ന അടുത്ത ആളെന്ന് പറയുന്നത് നമ്മുടെ റോ മിൽക്കാണ്. പച്ച പശുവിൻ പാലോ പാക്കറ്റ് പാലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് അങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ച് നല്ല മഷി പോലെ തന്നെ അരയ്ക്കുക കേട്ടോ. ആരും ഇത് ഫിൽട്ടർ ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് ായിട്ട് തന്നെ വേണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കൂട്ടിന് ഈ കാണുന്ന ഐസ് റോളറിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആദ്യം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ കട്ടിയിൽ എടുത്ത് വെച്ചിരുന്ന ഒരു കൂട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കണം. കാരണം നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഹോളിലൂടെ ഇത് ഒഴിക്കാനായിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈ കാണുന്ന ആ ഒരു പകുതി ടോപ്പിനകത്തേക്ക് ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്ന കൂട്ടുണ്ടല്ലോ അത് നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടോപ്പ് ഇതുപോലെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോൾ നന്നായിട്ട് ലീക്ക് ആവുന്നുണ്ട് കേട്ടോ. ഞാനിത് മേടിച്ചിട്ട് പ്ലെയിൻ വാട്ടറിന് ഇതുപോലെ ഐസ് റോളർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ കംപ്ലീറ്റും ലീക്കായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഈ കാണുന്ന രീതിക്ക് നല്ല അമർത്തിയിട്ട് അതും കൂടി താഴത്തെ ക്ലോസ് ചെയ്തപ്പോൾ എനിക്ക് ലീക്കേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രീതിക്കാണ് ഞാൻ ഫില്ല് ചെയ്തിട്ട് ഐസ് റോളർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തായാലും ഇതൊരു വൈറലായിട്ടുള്ള ഐസ് റോളറാണ്, മിക്ക ആൾക്കാരും മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ലീക്കേജിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സംഭവം വർക്ക് ആവുന്നുണ്ട്. പിന്നീട് ഞാൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കുക്കുംബറുടെ കട്ടിയായിട്ടുള്ള കൂട്ടുണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ റോ മിൽക്ക് കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നായിട്ട് അല്പം കൂടി പാല് നമ്മുടെ ഈ ഒരു റോ മിൽക്ക് തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 സെക്ഷനായിട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി നല്ല രീതിക്ക് അങ്ങ് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷെയ്ക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് ഫ്രീസറിലോട്ടേക്ക് സെറ്റ് ആവാൻ വെക്കാനായിട്ട്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് മണിക്കൂർ വെക്കാം കേട്ടോ. ഏതാനും മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു ഐസ് റോളർ ക്യൂബായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഓപ്പൺ ചെയ്യാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ റോളർ ഉപയോഗിച്ചിട്ട് ഫേസ് ടോട്ടലായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നോർമലി നമ്മൾ ഐസ് ക്യൂബ് ട്രെയിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ടവൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണം. കയ്യിൽ പിടിക്കുമ്പോൾ ഭയങ്കര കൈ ഇങ്ങനെ നമുക്ക് മരവിക്കുന്ന ഒരു ഫീലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ ആ താഴത്തെ ആ ഒരു ടോപ്പിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്, ബോട്ടത്തിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ മുകളിലും കവളിലും മൂക്കുമേലും ചുണ്ടുമേലും ടോട്ടൽ ഫേസും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു റിഫ്രഷിങ് ഫീൽ കിട്ടുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ടവലൊക്കെ പിടിച്ച് ചെയ്യാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല ഫീൽ ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനത് ടോട്ടലായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരിച്ചിരി നേരത്തേക്ക് അങ്ങ് ലീവ് ചെയ്യാൻ ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇത് നമ്മൾ രാവിലത്തെ സ്കിൻ കെയർ റൊട്ടീനിലും അതുപോലെ തന്നെ ഈവനിങ് സ്കിൻ കെയർ റൊട്ടീനിലും ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഞാൻ പറയുന്നു വിതിൻ 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ചേഞ്ച് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളിതൊരു നിങ്ങളുടെ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു ഡെയിലി റൊട്ടീൻ പോലെ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് നല്ലൊരു വിസിബിളായിട്ട് പെർമനൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് കൈ വെച്ചൊക്കെ മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് ടൈം കൊടുക്കുന്നുണ്ട്. പുറത്ത് നല്ല രീതിക്ക് ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പുറത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്, കറണ്ട് പോയായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് ഒരു നനഞ്ഞ ഫേസ് പാഡ് ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് നിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ടൈം അതിനനുസരിച്ചിട്ട് ലീവ് ചെയ്യുക. പിന്നീട് നമുക്കതങ്ങ് വൈപ്പ് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നല്ലൊരു ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ലുക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അതും വെറും 7 ദിവസത്തെ റിസൾട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ലൊരു ബ്രൈറ്റൻ ആയിട്ടുണ്ടാവും. മാത്രമല്ല സ്കിന്ന് നല്ലൊരു ഗ്ലോയിങ് ഫീലും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കി
നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.